കാരണം ഒന്ന് ഞാൻ പറയുമ്പോഴേക്കും താങ്കൾ തുടങ്ങും. ഈ ചർച്ച തുടങ്ങുമ്പോൾ മുതൽ ഞാൻ പറയുന്ന ഓരോ വാക്കിലും താങ്കൾ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. ദയവ് ഇതിങ്ങനെയാണെങ്കിൽ വിളിക്കരുത്. സൗകര്യമുണ്ട്, ചോദ്യം ചോദിക്കാം. അത് ശരിയല്ല, അത് ശരിയല്ല. നമ്മുടെ ഈ ചർച്ചയുടെ പരിസരത്തെയായിരുന്നു. ഇതാണ് ഉത്തരം. ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിച്ചവരാണ് ഞങ്ങൾ. ഈ രാജ്യത്തെ ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. 1.71% CPM-ന്റെ ഒപ്പമല്ല. കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറയുന്ന ഹർ ഘർമേം തിരങ്കി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വീട്ടിലും ദേശീയ പതാക ഉയർത്താൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദിയോടൊക്കെ എത്ര വൈരാഗ്യമാണോ ഈ പറയുന്ന RSS BJP പ്രതിനിധികൾക്കൊക്കെ. ഇവർ കാവിക്കൊടി വിട്ടിട്ട് ഇന്ത്യൻ പതാക എടുക്കുന്നില്ലെന്നേ. നരേന്ദ്രമോദി പറഞ്ഞാലും കേൾക്കില്ലാതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്ന ഒരു ദേശീയ മുസ്ലിം ഉണ്ടല്ലോ, അബ്ദുള്ളക്കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. എന്തുകൊണ്ട് ഈ ദേശീയ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കൊരു ഒരു തട്ടമൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഭാരതമാതാവിനെ അങ്ങ് ഉണ്ടാക്കിക്കൂടാ? അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇത്തരത്തിൽ കൂടെ നിങ്ങൾക്ക് ഭാരതമാതാവിനെ ഉണ്ടാക്കിക്കൊണ്ട് ഈ പറയുന്ന ദേശീയ മുസ്ലിങ്ങൾക്കും കൂടെ നിങ്ങൾക്ക് ഒരു ആശ്വാസം കൊടുത്തൂടേനെ. ഇതിന് രണ്ടിനും കൂടെ നിങ്ങൾക്ക് തയ്യാറാവുമല്ലോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ സംസാരിച്ച ആൾ ഏത് രാഷ്ട്രീയ പാർട്ടിപ്പെട്ട ആളാണ്? ഞാൻ ശ്രദ്ധിച്ചില്ല. അല്ല, സ്ക്രീനില്ല, അതുകൊണ്ട് ചോദിക്കും. രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളല്ല, ദിനു എന്നാണ് പേര്. പറയാവോ? ഒരു ദിനു എന്നാണ് പേര്. ആരാ? അദ്ദേഹം ആരും ആയിക്കോട്ടെ. ഏതോ മാർക്സിസ്റ്റുകാരനെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്നല്ലേ? അയ്യോ പാവം. 1.71% വോട്ട് പഠിപ്പിക്കുക. ഹാഷ്മി അയ്യോ അറിഞ്ഞില്ല. കോൺഗ്രസ്സുകാര് സെക്രട്ടറിയെ നിർത്തി തോൽപ്പിച്ച് അദ്ദേഹത്തെ നാണം കെടുത്തിയപ്പോൾ ഞാനൊന്ന് പറഞ്ഞു. ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ അവഹസിക്കാമോ? പറയട്ടെ ഹാഷ്മി, പറയൂ. ഹാഷ്മി പറഞ്ഞോട്ടെ. സിലാക്കാർ ടീ നല്ല ഗുളികയാണ് BP-ക്ക്. ഞാൻ പറയട്ടെ, സിലാക്കാർ ടീ നല്ല ഗുളികയാണ് BP-ക്ക്. ഞാൻ പറഞ്ഞുതരാം. അംബേദ്കർ 1952 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ആളാണ്. അതുകൊണ്ടാണ്. എൻ്റെ ട്രസ്റ്റ് സ്വന്തമായിട്ടല്ല. ജനൌഷധി 2 ഞങ്ങൾ നടത്തുന്നുണ്ട് ട്രസ്റ്റ്. അതുകൊണ്ടാണ് നാട്ടുകാർക്ക് ഗുണമുള്ള പണിയെടുക്കുന്നതിനെ കൊണ്ട് പറഞ്ഞതാണ്. നരേന്ദ്രമോദി സർക്കാർ തുച്ഛമായ വിലയ്ക്ക് മരുന്ന് കൊടുക്കുന്ന സ്ഥാപനം. അപ്പൊ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ 1952 പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറിയെ നിർത്തി അംബേദ്കറെ തോൽപ്പിച്ചപ്പോ 54 ഉപതെരഞ്ഞെടുപ്പിൽ അംബേദ്കർ മത്സരിച്ചപ്പോ കൂടെ നിൽക്കാൻ ഞങ്ങൾ ജനസംഘക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദത്തോപാൽ തേങ്കിടിയായിരുന്നു ചീഫ് ഇലക്ഷൻ ഏജന്റ്. ദത്തോപാൽ തേങ്കിടി, മനസ്സിലായിക്കോ? അപ്പൊ ഞങ്ങളടുത്ത് അംബേദ്കറിസം പറഞ്ഞ് വരരുത്. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടം RPI ജനസംഘത്തിന്റെ സഖ്യകക്ഷിയാണ്. ഇന്നും RPI രാംദാസ് അത്വാലെ നേതൃത്വം കൊടുക്കുന്ന RPI ഇന്നും ഞങ്ങളുടെ സഖ്യകക്ഷി കേട്ടോ. അംബേദ്കറിസം പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കല്ലേ. ഞങ്ങൾ കൂടെ നിന്നവരാ, അംബേദ്കറുടെ കൂടെ നിന്നവരാ ഞങ്ങൾ. അദ്ദേഹം ഭരണഘടനാ സഭയിൽ എത്തിയത് പൂനെയിൽ നിന്നുള്ള ഹിന്ദു മഹാസഭയുടെ വ്യക്തി രാജിവെച്ചിട്ട് അദ്ദേഹത്തിന് വിഷയത്തിലോട്ട് പോവാം. നമുക്കൊരു ശക്തമായ ഭരണഘടനയുണ്ട്, നമുക്കൊരു ശക്തമായ പതാകയുണ്ട്, നമുക്ക് ശക്തമായ ദേശീയ സിംബലുകളുണ്ട്. അതിന്റെ മോളിൽ കൊണ്ട് ഈ പറഞ്ഞ അഖണ്ഡ ഉടായ്പ കൊണ്ട് വെക്കാവോ? അതിന്റെ മോളിൽ കൊണ്ട് ഈ അഖണ്ഡ ഉടായ്പ വെക്കാവോ? താല്പര്യമില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ താങ്കൾക്ക് താല്പര്യമില്ല. ഈ ഓരോ ഇടതുപക്ഷക്കാരെ അംബേദ്കറായിട്ട് കൊണ്ട് വേഷം കെട്ടിച്ച് കൊണ്ടുവരരുത് ഞങ്ങളടുത്തേക്ക്. കാരണം ഞങ്ങൾ അവസാന കാലം അംബേദ്കർ ഞങ്ങളെ കൂടെയായിരുന്നു. RPI ജനസംഘത്തിന്റെ സഖ്യകക്ഷിയായിരുന്നു. ഈ ജാതി അഭ്യാസമൊന്നും ജനസംഘക്കാരോടും BJP-ക്കാരോടും വേണ്ട, നടക്കൂല. വെറുതെ അല്ല 1.71% വോട്ട് വാങ്ങി മൂലക്കിരിക്കുന്നത് മാർക്സിസ്റ്റുകാർ. ഈ ജാതി വേഷക്കെട്ട് നടത്തിയിട്ടാ. നേരിട്ട് വാ, നമുക്ക് സംസാരിക്കാം. എന്തിനാ ഈ മാരീജന്റെ പണി? മാരീജന്മാരെ കൊണ്ടുവരല്ല ഹാഷ്മി, മാരീജന്മാരെ കൊണ്ടുവരല്ല. ഞാൻ വിളിച്ച എന്റെ അതിഥിയാണ് ദിനു. ഞാൻ വിളിച്ച എന്റെ അതിഥിയാണ് ദിനു. ആ ദിനുവിനെ പാനലിരുന്ന് വൃത്തിയോട് പറയാനും അധിക്ഷേപിക്കാനും വേഷം കെട്ട ആളാണെന്നും മാരീജനാണെന്നും വിളിക്കാൻ VP-യെ ഞാൻ അനുവദിക്കുന്നില്ല. ഞാൻ വൃത്തികേടൊന്നല്ല പറഞ്ഞത്. വൃത്തികേടാണ് പറഞ്ഞത്. താങ്കളുടെ പാർട്ടിയെ പറ്റി ഒന്നും പറഞ്ഞില്ല. അതിന് മറുപടിയാ പറയണ്ടേ? മറുപടി ഇല്ലാത്തപ്പോഴാണ് VP വന്ന് ഒരു ചെറുപ്പക്കാരനെ അധിക്ഷേപിക്കുന്നത്. ചെറുപ്പക്കാരൻ വേഷം കെട്ടുകാരനാണെന്ന് പറയുന്നത് അതന്നെയാണ്. ഒന്ന് ഞാൻ പറയുമ്പോഴേക്കും താങ്കൾ തുടങ്ങും. ഈ ചർച്ച തുടങ്ങുമ്പോൾ മുതൽ ഞാൻ പറയുന്ന ഓരോ വാക്കിലും താങ്കൾ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. ദയവ് ഇതിങ്ങനെയാണെങ്കിൽ വിളിക്കരുത്. അല്ല VP, ഇന്ന് നമ്മുടെ ഈ ചർച്ചയുടെ പരിസരത്തേ ആയിരുന്നു താങ്കളുടെ മറുപടി. സൗകര്യമുണ്ട്, ചോദ്യം ചോദിക്കാം. അത് ശരിയല്ല. നമ്മുടെ ഈ ചർച്ചയുടെ പരിസരത്തേ ആയിരുന്നു താങ്കളുടെ ഒരു മറുപടി. എന്താ വാട്ട് ഈസ് യുവർ പ്രോബ്ലം?
ഓക്കെ, നമ്മുടെ സമയം കഴിയുന്നത് CPM മെമ്പർഷിപ്പ് എടുത്തോ? ഇല്ല, എടുത്തിട്ടില്ല. നമുക്ക് വട്ടവും എം ശിവപ്രസാദ് എന്ന് പറയുന്ന ഒരു യുവാവ്, ദിനുവയിൽ എന്ന് പറയുന്ന ഒരു യുവാവ് രണ്ട് യുവാക്കൾ ചോദിച്ച ചോദ്യങ്ങളോട് അങ്ങ് വ്യക്തി അധിക്ഷേപം നടത്തിയതല്ലാതെ മറുപടി പറഞ്ഞിട്ടില്ല ഇതുവരെ. എന്തൊക്കെയോ പറഞ്ഞു ആളുകൾ എങ്ങനെ പോവാ? അതെ, ഇതൊക്കെയാണ് ഉത്തരം. ഇതാണ് ഉത്തരം. ഏതാണ് ഉത്തരം? ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിച്ചവരാണ് ഞങ്ങൾ. ഈ രാജ്യത്തെ ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. 1.71% CPM-ന്റെ ഒപ്പമല്ല. അതിന് മുമ്പ് ഞാൻ ഇന്ന് കണ്ടെത്തിയ ഒരു കൗതുകരമായൊരു കാര്യം കാണിച്ചു തരാം. ഇത് ഒരു ഭാരത് മാതാ പ്രതിമയാണ്. ഇത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഹരിദ്വാറിൽ ഉദ്ഘാടനം ചെയ്ത ഭാരത് മാതാ മന്ദിർ, സത്യാനന്ദ തീർത്ഥ എന്ന് പറയുന്ന ഒരു സ്വാമി ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം നിർമ്മിച്ച ഒരു ഭാരതമാതാ ക്ഷേത്രം. നോക്കൂ, ഈ ഭാരതമാതാവിന് നോക്കൂ, ഒരു സിംഹാരൂഢയായി കാവി സാരി ഉടുത്ത് കാവി ആ പതാക, അതായത് ഇപ്പോൾ ഗവർണർ വെച്ച ഭാരതമാതാ എന്താ പറയുക ഫോട്ടോയിലെയും ഇന്ന് ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ വെച്ചതുമായ ഭാരതമാതാ ഫോട്ടോയിലെയും ഒക്കെ അതേ കൊടി, കാവിക്കൊടി, ഇങ്ങനത്തെ ഒരു പ്രതിമ ഉൾപ്പെട്ട മന്ദിരം 1983 ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഇത് പുറത്തെ പ്രതിമയാണ്, ഇതിൻ്റെ ഉള്ളിലത്തെ ചിത്രമുണ്ട്. അതായത് ഡയറ്റിയുടെ വിഗ്രഹത്തിൻ്റെ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഹിന്ദു ക്ഷേത്രത്തിലെ ഡയറ്റി, സമാനമായ ഡയറ്റി ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. എന്താ ഞാൻ ചോദിക്കട്ടെ, എന്തത്ര പ്രശ്നം? എന്റെ ചോദ്യം, ഈ ദേശീയ പതാക മാറ്റി അത് കാവിക്കൊടിയാക്കണം എന്ന ശിവരാജന്റെ നിലപാട് BJP-യുടെ നിലപാടാണ്. അതവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കാൻ പറ്റില്ല സാറേ. ശിവരാജൻ ചേട്ടനെയും കൊണ്ട് നിങ്ങൾ പത്രക്കാർ കുറേ ദിവസമായി നടക്കുന്നത്. പാലക്കാട് ഇലക്ഷൻ മുതൽ തുടങ്ങിയതാണ്. അദ്ദേഹം പറയുന്ന കാര്യം മുഴുവൻ BJP-ന്റെ ഔദ്യോഗിക നിലപാടാണെന്ന് പറഞ്ഞിട്ട് ആഘോഷിച്ച് നടക്കല്. അദ്ദേഹം പറയുന്നൊന്നുമല്ല BJP-യുടെ നിലപാടെന്ന് എന്നെക്കാൾ നന്നായി നിങ്ങൾക്കറിയാം. ഓരോന്ന് വിളിച്ചു പറയണ്ട. പോയോ? നിങ്ങളുടെ നേതാവ് തന്നെയല്ലേ ഇപ്പോഴും? നിൽക്കട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് എന്തൊരു ചോദ്യം മനസ്സിലായി, ഉത്തരം കേൾക്കുക, ക്ഷമിച്ച് കേൾക്കുക. താലിബാൻ മോഡൽ കൊലപാതകം കേരളത്തിൽ നടന്നിട്ട് അത് ചർച്ച ചെയ്യാത്ത ചാനലാണ് ന്യൂസ് 24. താലിബാൻ നമ്മുടെ സുഹൃത്തുക്കളാണ് കേട്ടോ. ഉത്തർപ്രദേശിലെങ്ങാനും ആയിരുന്നെങ്കിൽ എന്റെ ഹാഷ്മിങ്ങനെ ഉറഞ്ഞു തുള്ളുമായിരുന്നല്ലോ. താലിബാൻ നമ്മുടെ സുഹൃത്തുക്കളാണ്. താലിബാൻ മോഡൊന്നും പുതിയ കാലത്ത് പറയാൻ പാടില്ല. താലിബാനും ഇന്ത്യയുമായി വലിയ ബന്ധത്തിലാണ്. അങ്ങോട്ട് ഫോണും ഒക്കെ വിളിച്ച് നമ്മൾ വലിയ ബന്ധം തുടങ്ങുക താലിബാനുമായിട്ട്. അതെ, ഈ ഇരട്ടത്താപ്പൊന്നും വേണ്ട. ഇന്ദിരാഗാന്ധിക്ക് ഉദ്ഘാടനം ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് വെക്കാം. ഇന്ദിരാഗാന്ധിക്ക് ഉദ്ഘാടനം ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് വെക്കാം. ഗവർണർക്കും വെക്കാം. ഇതൊന്നും വലിയ സംഭവമാക്കണ്ട. ഇതൊന്നല്ല കേരളം നേരിടുന്ന പ്രശ്നം. കേരളത്തിൽ പിണറായി വിജയന്റെ നാട്ടിൽ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ താലിബാൻ മോഡൽ കൊലപാതകം, ആത്മഹത്യ, പീഡനം, അതിനുശേഷം ആത്മഹത്യ. ഇപ്പൊ കേസ് തേച്ചു മാച്ച് കളയാനുള്ള ഓട്ടം നടക്കുക.